എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 26-ാം തീയതി പുതിയതായി OTT-യിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ മൂവിയാണ് ചും. മെഡിറ്ററേനിയൻ കടലിൽ ഒരു ആഡംബര യാത്രയ്ക്ക് പോകുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കൾക്ക് ഈ യാത്രയ്ക്കിടയിൽ രണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇതിലൊന്ന് കൂടെയുള്ള ഒരാൾ സൈക്കോപതിക് കൊലയാളിയും മറ്റൊന്ന് സ്രാവിന്റെ ആക്രമണവുമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ജൊനാഥൻ സക് സംവിധാനം ചെയ്ത ഈ സർവൈവൽ ത്രില്ലർ സിനിമ ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ജൂലൈ മാസം 31 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഉയർ. റോഷൻ മാത്യു പ്രധാന വേഷത്തിലെത്തുന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് M. പത്മകുമാറാണ്. യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ഷാജി മാറാട്ടും നിഖിൽ K. മേനോനും ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ബൈജു സന്തോഷ്, ശ്രുതി മേനോൻ, വിനോദ് സാഗർ, അതുല്യ ചന്ദ്ര എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. കേരള കർണാടക അതിർത്തിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് കഥ നടക്കുന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കിണറ്റിൽ നിന്നും തിരിച്ചറിയപ്പെടാത്ത ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നതും അത് തെളിയിക്കാനായി നടത്തുന്ന കേസന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഈ മൂവി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഓഗസ്റ്റ് മാസം 4-ാം തീയതി മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് ഡ്രാമ ഫിലിമാണ് നൂറുസാമി. ശശി സംവിധാനം ചെയ്ത് വിജയ് ആന്റണി, സ്വാസിക എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ജീവിതകാലം മുഴുവൻ മക്കൾക്കായി ജീവിച്ചൊരമ്മ തന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു പങ്കാളിയെ തേടുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന സമൂഹവും സ്വന്തം മക്കളും തമ്മിലുള്ള പോരാട്ടവുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ജൂലൈ മാസം 31 മുതൽ C5-ലൂടെ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി അഡ്വഞ്ചർ കോമഡി ചിത്രമാണ് ധമാൽ 4. ഷൈൻ താൻ സിംഗിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മറഞ്ഞിരിക്കുന്ന വലിയ നിധിയെക്കുറിച്ചാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഏകദേശം 200 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമയുടെ ഇതുവരെയുള്ള ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 192 കോടി 85 ലക്ഷമാണ്. അജയ് ദേവഗൺ, ഹൃദേശ് ദേശ്മുഖ്, അർഷാദ് വാർസി, സഞ്ജയ് മിശ്ര എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഇന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ മാസം 4-ാം തീയതി മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹിന്ദി റൊമാന്റിക് കോമഡി ചിത്രമാണ് കോക്ടെയിൽ 2. ഷാഹിദ് കപൂർ, രശ്മിക മന്ദാന, കൃതി സനോൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ മൂവിയുടെ ബഡ്ജറ്റ് ഏകദേശം 110 കോടി മുതൽ 150 കോടി രൂപ വരെയാണ്. എന്നാൽ ഈ മൂവിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 166 കോടി 2 ലക്ഷമാണ്. തിയേറ്ററിൽ നിന്നും ഒരു ആവറേജ് വിജയം നേടിയ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഓഗസ്റ്റ് മാസം 14 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് റൊമാന്റിക് ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് ചിന്ന ചിന്ന ആസൈ. വാരണാസിയുടെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മധുബാല എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. വർഷ വാസുദേവ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ടൂർ സംഘത്തിൽ നിന്നും വേർപെട്ടുപോയ നായിക ലീനയും മറ്റൊരു വ്യക്തിയും തമ്മിൽ വാരണാസിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അവർ തമ്മിൽ ഒരു പ്രത്യേക അടുപ്പം രൂപപ്പെടുകയും ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ ഫീൽ ഗുഡ് റൊമാന്റിക് ഡ്രാമ ഫിലിമിന് തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നാളെ രാത്രി 12 മണിക്ക് ശേഷം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് റൊമാന്റിക് ഡ്രാമ ഫിലിമാണ് ഇതയം മുരളി. സ്വന്തം പ്രണയം തുറന്നു പറയാൻ പഠിക്കുന്ന ഒരു യുവാവിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അഥർവ, ഫഹദ് ഫാസിൽ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഇവരെ കൂടാതെ പ്രീതി മുകുന്ദൻ, കയാദു ലോഹർ, മാളവിക മോഹനൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഈ മൂവിയുടെ ബഡ്ജറ്റ് വരുന്നത് ഏകദേശം 26 കോടി രൂപയാണ്. എന്നാൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരിക്കുന്നത് ഏകദേശം 20 കോടി രൂപയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് 7 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു അമേരിക്കൻ സർവൈവൽ ഹൊറർ അഡ്വഞ്ചർ ചിത്രമാണ് ദ ഡെവിൾ മൗത്ത്. തായ്ലാൻഡിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്ന 5 സുഹൃത്തുക്കൾ അവിടെയുള്ള ദ ഡെവിൾസ് മൗത്ത് എന്ന് വിളിക്കുന്ന കടലിനടിയിലുള്ള ഒരു ഗുഹയിലേക്ക് ഒരു ഗൈഡിന്റെ സഹായത്തോടെ നീന്തി പോവുകയും ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോവുകയും അതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ജൂലൈ മാസം 29 മുതൽ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇത് വളരെയധികം ജനപ്രീതി ആർജിച്ച ഒരു അമേരിക്കൻ ആക്ഷൻ അഡ്വഞ്ചർ വെബ് സീരീസ് ആണ് ഔട്ടർ ബാങ്ക്സ്. ഔട്ടർ ബാങ്ക്സ് പരമ്പരയിലെ ഫൈനൽ സീസണാണിത്. ഈ ഹിറ്റ് ആക്ഷൻ അഡ്വഞ്ചർ സീരീസ് ഓഗസ്റ്റ് മാസം 20 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മേം വാപ്പസ് ആവൂങ്ക. ഇംതിയാസ് അലി സംവിധാനം ചെയ്ത് നസറുദ്ദീൻ ഷാ, ദിൽജിത്ത് ദോസഞ്ച്, ഷർവാരി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഇമോഷണൽ റൊമാന്റിക് ചിത്രമാണ് മേം വാപ്പസ് ആവൂങ്ക. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ ഓർമ്മകളും നഷ്ടപ്രണയവും പ്രമേയമാക്കി ഒരു വൈകാരികമായ ഡ്രാമ ചിത്രമാണിത്. ഹൃദയസ്പർശിയായ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച അനുഭവമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 7 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി ഗാട്ടാ ഗുസ്തി 2. 2022 പുറത്തിറങ്ങിയ ഗാട്ടാ ഗുസ്തി എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ഗാട്ടാ ഗുസ്തി 2. വിഷ്ണു വിശാലും ഐശ്വര്യലക്ഷ്മിയുമാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു കുടുംബത്തിലെ ഭാര്യയുടെയും ഭർത്താവിന്റെയും വ്യത്യസ്തമായ സ്വഭാവങ്ങളും അവരുടെ ജീവിതത്തിലെ രസകരമായ പ്രശ്നങ്ങളുമാണ് സിനിമയുടെ പ്രധാന കാതൽ. ഈ സ്പോർട്സ് കോമഡി ഡ്രാമ ഫിലിമിന് തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ ജൂലൈ മാസം 31 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം ക്രൈം ത്രില്ലർ ചിത്രമാണ് പൈതലാട്ടം. കുടുംബ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം പരമ്പരാഗത ആചാരങ്ങളെയും തെയ്യം കലാകാരന്മാരുടെ ജീവിതത്തെയും കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കുടുംബത്തിലുണ്ടാകുന്ന കൊലപാതകവും അത് അന്വേഷിക്കാനെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെളിപ്പെടുന്ന രഹസ്യങ്ങളും വഞ്ചനകളും ഈ സിനിമയെ ഒരു മിസ്റ്ററി ത്രില്ലർ ഗണത്തിൽപ്പെടുത്തുന്നു. 2026 മെയ് മാസം 29 തിയേറ്ററുകളിലെത്തിയ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. ജൂലൈ മാസം 31 മുതൽ സൺനെക്സ്റ്റിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.